ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? വീട്ടിൽ ദാണ്ടെ ഇതുപോലെ 2 വഴുതനങ്ങ ഉണ്ടോ, പിന്നെ ഒരു തക്കാളി, കുറച്ച് വറ്റൽമുളകും, പിന്നെ ഒരു 2, 3 ഐറ്റംസ് വീട്ടിലുള്ളതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആട്ടോ. ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അനുവൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 വഴുതനങ്ങ എടുത്ത് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിനാണ് ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത്. അത്യാവശ്യം കനത്തിൽ ഇതുപോലൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കാം. നമ്മൾ ഫ്രൈ ആക്കാനൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കൂലേ, അത് തന്നെയാണ് സംഭവം. അതുപോലെ ഒന്ന് മസാല പുരട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരല്പം വെള്ളം കൂടെ എൻ്റെ മണ്ടയിലൂടെ താളിച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒന്ന് താളിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി വെക്കാം. അപ്പോൾ ദാണ്ടെ ഞാനൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. എല്ലാം ഈ ഒരു എണ്ണയിൽ തന്നെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 10, 12ഓളം വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അത്യാവശ്യം ഒരു ഗോൾഡൻ കളറിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇനി ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. വീണ്ടും അതേ എണ്ണയിലോട്ട് തന്നെ ഞാനൊരു 3, 4, 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് കാശ്മീരി ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് 5 എണ്ണം എടുത്ത് ചേർത്തത്. അപ്പം സാധാരണ എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 4ഓ 3ഓ ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ ഒരു സവാളേൻ്റെ പകുതി മാത്രം അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാളയും നിറമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. എന്നിരുതി ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജ് വരെ മതിയാവേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ദാണ്ടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ മതി കേട്ടോ. ഇനി അങ്ങോട്ട് നിറം മാറ്റാൻ നിൽക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ആവുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി വെക്കാം. നമ്മൾ ഈ വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് വേണം കേട്ടോ ഒന്ന് വെക്കാൻ. എല്ലാം ഒരുമിച്ച് അങ്ങനെ ഇടണ്ട. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ ഒരു തക്കാളി ഇതുപോലെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞതാണ്. അതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ദാണ്ടെ ഞാനെല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ചെറിയ ഒരു പേടിയുണ്ടോ തിരിച്ചിടാന്ന് ചിലരെങ്കിലും ചിന്തിക്കും. പക്ഷേ ഈ എണ്ണയും ഞാനും തമ്മിൽ തീരെ ചേർച്ചയില്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും ഫ്രൈ ആക്കുമ്പോൾ എൻ്റെ കയ്യിലോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് തെറിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ പതിയെ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദാണ്ടെ അതിനി ഫ്രൈ ആയിട്ട് കിട്ടുമ്പോഴേക്കും നമുക്ക് അതും ഒന്നങ്ങ് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്ന നമ്മുടെ ഇതുണ്ടല്ലോ കത്തിരിക്കയെന്ന് വഴുതനങ്ങ എന്നൊക്കെ പറയും കേട്ടോ. അത് ഇതിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടാക്കാൻ ഈ ഒരു ഫ്രൈ ആക്കുന്ന ആ ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ. പിന്നെ ഒരുപാട് കറിയൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രാവിലെ ദോശേൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. വേറെ കറികളൊന്നും നമുക്ക് വേണ്ട. ഇത് മാത്രം ഉണ്ടെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കറിയാണ്. അപ്പോൾ അതാണ് ഞാനിതെല്ലാം ഒന്ന് ഒരു സൈഡ് ആയപ്പോഴേക്കും ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്.
ഇനി ആ മറ്റേ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്ന് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഞാനിതൊരു 2 ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെച്ചിട്ട് ഇനി ഇത് ഫ്രൈ ആയിട്ട് ഇത് എടുത്തതിന് ശേഷം ബാക്കിയും കൂടെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ബാലൻസ് ഉള്ളതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് തണുത്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ക്രഷാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ആദ്യം നമ്മൾ വറുത്തെടുത്ത് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് അത് നല്ലപോലെ കൈ വെച്ച് തന്നെ ഒന്ന് ഞെരടി എടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ഞെരടി എടുക്കുക. അപ്പോൾ അതാണ് ഞാൻ എല്ലാം ഒന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ വറ്റൽമുളകും ചേർത്ത് നല്ല പോലെ ഒന്നങ്ങ് ഞെരടി എടുക്കുക. കൈവച്ച് തന്നെ നന്നായിട്ട് ഞെരടി എടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് വേണം കേട്ടോ ഇട്ട് നമുക്കിത് ഞെരടി എടുക്കാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഒന്ന് സെപ്പറേറ്റ് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ദാണ്ടെ വറ്റൽമുളകെല്ലാം നല്ല പോലെ ഫ്രൈ ആയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. അതാണ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണമെന്ന് പറഞ്ഞത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാള അത് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് എല്ലാം കൂടെ ഒന്നങ്ങ് ഞെരടി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ തക്കാളിയാണല്ലോ, അതും കൂടെ ചേർത്തിട്ട് അതും നന്നായിട്ട് തന്നെ കൈവച്ച് അങ്ങനെ ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ദാണ്ടെ തക്കാളി ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കത്തിരിക്ക ഫ്രൈ ആക്കി അതിനകത്ത് മസാലയ്ക്കകത്ത് മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് പോരാ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ കൈവച്ച് തന്നെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന കത്തിരിക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കത്തിരിക്കയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വീണ്ടും കൈവച്ച് തന്നെ ഇതുപോലെ ഒന്നങ്ങ് ഞെരടി ഇതുപോലെ ഒന്നങ്ങ് കൈവച്ച് മിക്സാക്കി എടുക്കുക. നല്ല പോലെ കുഴഞ്ഞ് വരണം. ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് പുളിയാണ് കേട്ടോ. ഒരു ചെറിയ നെല്ലിക്ക സൈസ് നെല്ലിക്കെന്ന് പറയാൻ പറ്റില്ല, ഈ ചീമ നെല്ലിക്ക എന്ന് പറയും, നിങ്ങൾക്ക് അറിയുമോ അറിയില്ല. അത് കുഞ്ഞ് നെല്ലിക്ക, അതിൻ്റെ ഒരു സൈസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വളരെ ചെറിയൊരു പീസ് പുളി എടുത്ത് ഇത്തിരി വെള്ളത്തിലൊന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുതിർത്തെടുത്തത് ആ പുളിയോട് കൂടി തന്നെ അങ്ങ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ നീര് മാത്രമല്ല, അല്ലാതെ തന്നെ മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു വഴുതനങ്ങ ഭർത്തയാണ് കേട്ടോ. ഞാനിതിൻ്റെ ഒരു 2-3 ഭർത്തയുടെ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട് പല പല ഐറ്റംസ് വെച്ചിട്ട്. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ ഇതിനി നമുക്കിനി വേറെ കറി വല്ലതും വേണമെന്ന് തോന്നുന്നുണ്ടോ ചോറ് കഴിക്കാൻ? ഈ ഒരൊറ്റ ഐറ്റം മതി. അറിയാതെ ഇങ്ങനെ കഴിച്ചു നോക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ ഇഷ്ടമല്ലാതെ മാറ്റി വെക്കുന്നവർ പോലും ഇത് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് വെച്ച് അങ്ങോട്ട് അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് കഴിച്ച് നോക്കി എന്ത് ടേസ്റ്റാണെന്ന് അറിയൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.